സന്ധ്യാവേളയിൽ മെഴുകുതിരി വെളിച്ചത്തിലിരിക്കുന്ന അന്ന കയ്യിലെ വേദപുസ്തകം വായിക്കുകയാണ്. അശുദ്ധാത്മാവ് ഒരു മനുഷ്യന് വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരേണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോന്ന എൻ്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞ് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെടും. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാന സ്ഥിതി ആദ്യത്തിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഈ ദുഷിച്ച തലമുറയ്ക്കും ഇതുതന്നെയായിരിക്കും അനുഭവം. വ്യക്തമായും അനായാസമായും അന്ന വായിച്ച ശേഷം അന്ന മൗനത്തിലമർന്നു. അന്നയുടെ വായന മാത്തപ്പനെ വല്ലാതെ നടുക്കിയിരുന്നു. പാഴ്നിലത്തിന്റെ സാരാംശം മുഴുവനും താൻ വായിച്ചു കേട്ട വേദഭാഗത്തിൽ പ്രതിധ്വനിക്കുന്നത് അയാൾ കേട്ടു. വർഷങ്ങൾക്ക് മുൻപ് ഒരു തുന്നൽ യന്ത്രവും തോളത്ത് തൂക്കി പാഴ്നിലത്തിൽ കുടില് കെട്ടാൻ ആരംഭിച്ചപ്പോൾ തന്നെ പലരും മിഹേലാശനെ തടഞ്ഞതായിരുന്നു. എന്നാൽ ഒരു ശക്തിയും തൻ്റെ തീരുമാനത്തെ തടയാനാവില്ല എന്ന വാശിയോടെ മറിയത്തോടൊപ്പം തൻ്റെ ജീവിതം ആരംഭിക്കുന്നു. പലതവണ മറിയം തൻ്റെ ഉദരത്തിൽ മിഹേലാശന്റെ കുഞ്ഞുങ്ങളെ ചുമന്നെങ്കിലും പുറം ലോകം കാണാതെ അവ അപ്രത്യക്ഷമാവുമായിരുന്നു. ഒടുവിൽ മറിയത്തെ ഉപേക്ഷിച്ച് ആശാൻ ഒരു രാത്രിയിൽ ആരും കാണാതെ തന്നെ സ്ഥലം വിട്ടുപോയെങ്കിലും മറിയത്തിന്റെ കാര്യത്തിൽ അതൊന്നും ആഘാതം സൃഷ്ടിച്ചിരുന്നില്ല. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആദ്യത്തെ കൺമണിയെ മറിയം പേറു എന്ന പേരിൽ ലോകത്തിന് സാക്ഷി നിർത്തി വളർത്തി തുടങ്ങി. അവിടെ ആരംഭിക്കുന്ന പാഴ്നിലത്തിലെ മിഹേലാശാന്റെ വംശം 3 തലമുറകളായി വ്യാപിച്ചെങ്കിലും 3-ാം തലമുറക്കാരനായ ഈനാശുവിലൂടെ അവസാനിക്കുകയും ചെയ്യുകയാണ്. ചങ്ങല വലയത്തിൽ കിടന്ന് മരിക്കുന്ന ഭ്രാന്തിയായ മറിയത്തള്ള മുതൽ സ്വന്തം സഹോദരന്റെ ഭാര്യയായി മാറിയ അന്ന വരെ നീളുന്ന സ്ത്രീകൾ വായനക്കാരെ ഓരോരുത്തരെയും വായനയുടെ മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. രതിയും സ്നേഹവും വൈരവും ചേർന്ന മനുഷ്യാവസ്ഥയുടെ ഇരുണ്ട ചിത്രം വരച്ചു കാട്ടുന്ന ഈ നോവൽ ഒരു പരമ്പരയുടെ ദയനീയമായ നാശത്തിന്റെ ദൃക്സാക്ഷികളാക്കി ഓരോ വായനക്കാരെയും മാറ്റുന്നു. പേര് പോലെ തന്നെ കുറേയേറെ മനുഷ്യരുടെ ജീവൻ കൊണ്ട് വളക്കൂർ നേടിയ പാഴ്നിലത്തിന്റെ കഥ PF മാത്യൂസ് എഴുതിയ ചാവുനിലം.